ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പപ്പിമോളിനെ കാണാനില്ല. അത് അവരറിഞ്ഞിട്ടില്ല ആരും. നമ്മുടെ ശ്യാമനെയും കൂട്ടിയിട്ട് അങ്ങനെ വരാൻ വേണ്ടി രോഹിത് പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ കാർത്തിക മരുന്നും വെള്ളമൊക്കെ വിഷ്ണുവായിട്ട് അച്ഛനൊക്കെയാണ് കൊണ്ട് കൊടുക്കുമ്പോൾ പൊന്നി ഇന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പറയുക പൊന്നി ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട് പറയും. സത്യം പറയും എന്താണ് ഇപ്പോൾ സന്തോഷമാകും, കാരണം കാർത്തിക മരുന്നൊക്കെ എടുത്ത് കൊടുത്തല്ലോ. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് ആൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് പൊന്നി ഇന്നില്ലേ എന്ന് ദേഷ്യത്തോട് കൂടി ചോദിക്കുക. സത്യം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രോഹിത് ശാലിനിനെ ബാഗൊക്കെ കൂട്ടിയിട്ട് വരിക. അപ്പോൾ പിള്ള ഞെട്ടും, രാഘവക്കുറുപ്പ് ഞെട്ടും, നമ്മുടെ സത്യമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താടാ നീ എന്താ കാണിക്കുന്നത്, നീ തിന്ന ചോറിന് നന്ദി കാണിക്കില്ലേ എന്നൊക്കെ പിന്നെ പറയുമ്പോൾ അതേ സത്യമ്മയാണ് എനിക്ക് എല്ലാ ജീവിതവും തന്നത്, അതുകൊണ്ട് സത്യം പറയണത് എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ജീവിതം തന്ന എൻ്റെ ശ്യാമയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ വേണ്ട നമ്മുടെ രോഹിത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും നീ എന്താ പറയണത് കൊണ്ട് സത്യം നല്ല ദേഷ്യം വരുന്നു. അപ്പോൾ രാഘവക്കുറുപ്പ് പറയും അതേ മോനെ അങ്ങനെ വേണം ചെയ്യാനായിട്ട്, കുഴപ്പമൊന്നുമില്ല കൊണ്ട് പറയുമ്പോഴാണ് നീ എന്താ ആലോചിച്ചിട്ട് നീ ഇട്ട ഉടുപ്പടക്കം എൻ്റെയാണെന്നൊക്കെ പറയുമ്പോൾ പറയും അതേ സത്യമേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പട്ടിനെ പോലെ ഇവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്. എൻ്റെ അമ്മ മരിക്കുമ്പോൾ വണ്ടി തട്ടി മരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും സത്യമ്മ അതൊക്കെ ആലോചിക്കും, വണ്ടി തട്ടിയിട്ട് സത്യമ്മ കാരണമാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. അപ്പോൾ സത്യമ്മ നന്ന എന്നോണം അതിനുവേണ്ടി ശ്യാമി എന്നെ മനസ്സിലാക്കി ഞങ്ങളുടെ ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. അപ്പോൾ അത് സത്യമ്മയായിട്ട് ഇല്ലാതാക്കരുത്. എനിക്ക് എൻ്റെ എങ്ങനെയെങ്കിലും അവളുടെ ഒരിക്കലും ഇവിടുത്തെ ഒരു മരുമകളായിട്ടല്ല ഞാൻ ശാലിനിനെ കൊണ്ടുവന്നിരിക്കുന്നത്, എന്താണ് കുഞ്ഞേച്ചി, അതായത് ശ്യാമയുടെ ചേച്ചി എന്നായിട്ടാണെന്നുകൊണ്ട് പറയും. സത്യം ഒന്നും മിണ്ടില്ല. എന്നെ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ സത്യം ഇവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ ശ്യാമനെയും കൂട്ടിയിട്ട് പോകുകയാണ് ചെയ്യുക. ഞങ്ങൾ റോഡേജിലാണെങ്കിലും ശുശ്രൂഷിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് സെൻറ്റിയാവും. അപ്പോൾ രാഘവക്കുറുപ്പിനൊക്കെ സങ്കടമാവും. പിന്നെ ശരി കുഞ്ഞേച്ചി അവളുടെ ചേച്ചി എന്നുള്ള ഒറ്റ ഇതേ എവിടെയുള്ളൂ, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളാക്കി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് ദൂരേക്ക് ഇടുന്നൊക്കെ പറയുമ്പം ശരി വാ ശാലിനി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അകത്തേക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും. ഇവിടെയാണ് മോള് കൊണ്ട്. അപ്പോഴാണ് നമ്മുടെ എന്താണ് സത്യമ്മ പറയും രാഘവേട്ടൻ ചോദിച്ചില്ലേ പൊന്നി എവിടെയെന്ന്. പൊന്നി ഇന്ന് ലീവാണ്. ഞാൻ ആലോചിക്കുകയാണ് പൊന്നിക്ക് ഇനി സ്ഥിരമായിട്ട് ലീവ് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കണം, കാരണം ഒരു വേലക്കാരൻ്റെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒന്നും മിണ്ടാതെ ശാലിനി കൊണ്ട് രോഹിത് വിളിച്ചിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായി. കണ്ടില്ലേ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സ്നേഹവും ത്യജിച്ചിട്ട് വരുന്നത്. അതാണ് ഭർത്താവ് പറയുമ്പോൾ വിഷ്ണു സന്തോഷമുണ്ട് വിഷ്ണുവിന്, അപ്പോൾ വെളിയിൽ കാണിക്കില്ല. അപ്പോൾ കാർത്തികനെ നോക്കുമ്പോൾ കാർത്തിക് ഒന്നും മിണ്ടാതെ പോകും. അപ്പോഴത്തേക്കും കാർത്തിക് പേടിയുണ്ടല്ലോ സത്യങ്ങൾ കണ്ടുപിടിക്കുമോ എന്നുള്ളത്. അതിനുശേഷം അവൾ അകത്തേക്ക് പോയി മുകളിൽ പോയിട്ട് മോളെ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ കുഞ്ഞു കുട്ടികളെ തലയിൽ കൈയൊക്കെ വെച്ച് മടിയിലേക്ക് കിടത്തിയിട്ട് മോളെ ഞാനാണ് പറയുമ്പോൾ കുഞ്ഞേച്ചി എന്ന് വിളിക്കുമ്പോൾ കണ്ടൊരു ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടറൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ വിഷമവും. അതിനുശേഷം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ഇനി ശരിയാവും രോഹിത്തെ എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിന് സന്തോഷം. അതിനുശേഷം നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നത് നമ്മുടെ പപ്പിമോളിനെ കാണാനില്ല. ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളിനെ കാണാനില്ല. പപ്പിമോളിനെ ഭിക്ഷക്കാർ സംഭവം തട്ടിക്കൊണ്ട് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഞെട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ സത്യം നീ കാരണമാണ് എല്ലാം പറയുമ്പോൾ ഇനി സത്യമൻ്റെ മേത്താണ് പറയുന്നത്. ഭിക്ഷക്കാർ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആകെ സത്യാമ്മയ്ക്കും ആകെ സങ്കടമാവും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്, സംഭവം സരോജ മെമ്പർ എടുത്ത് വിളിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതും നമ്മുടെ ശാലിനി കണ്ടുപിടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ശാലിനി എല്ലാം നോക്കി കണ്ടും ചെയ്ത് ഇനി സത്യാമ്മൻ്റെ മനസ്സിൽ ഇനി ശാലിനിയോടുള്ള ഒരു ഇത് വരുമോ എന്നുള്ളത് നമുക്ക് എന്താണെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എത്രയേ ഉള്ളൂ. നാളെ പപ്പിമോളിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതാണ്. സരോജ മെമ്പർ ഇനി ശാലിനിനെ വിളിക്കുമായിരിക്കും, കാരണം ശാലിനിൻ്റെ നമ്പർ ഉള്ള കാരണം വിളിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ശാലിനി വന്ന സ്ഥിതിക്ക് ശ്യാമ എണീക്കുമോ എന്നുള്ളത് നോക്കാം. അഭിനയമാണെന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നെ തല കൊണ്ടിടിച്ചപ്പോൾ ഫുൾ ആൾ അബോധാവസ്ഥയിലായല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.